മലൈക്കോട്ടെ വാലിബനിലെ നടിയുണ്ടല്ലോ, നമ്മുടെ കള്ളക്കറുമ്പ കാട്ടുകുറുമ്പ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിന്നാലെ നടക്കുന്ന, അയ്യോ ഫ്ലാഷ് ഓൺ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ആളുകൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ഒരു സിനിമ കൊണ്ടല്ല, അവരുടെ ഒരു ഫോട്ടോ കൊണ്ടാ. ഏതൊരു ഒരു ഫോട്ടോ കാണുന്നില്ലേ? ആ ഒരു ഫോട്ടോയിൽ അവരുടെ മാറിടം കുറച്ച് കാണുന്ന തരത്തിലാണ്. അതുപോലെ അവരുടെ നിപ്പിൾസ് ഒക്കെ ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു പടത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അടിയിൽ വലിയ കമന്റുകളാ. അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇനി അങ്ങനെ ഒരു പടം ഉണ്ടാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ഒന്ന് സെർച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ സൊഹാഗ് എന്ന പേരായിട്ടുള്ള ഒരു ബംഗ്ലാ ഷോർട്ട് ഫിലിമിലെ ഒരു സീനാണത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് കാണാൻ വേണ്ടി ഞാൻ കയറി. സത്യം പറഞ്ഞ് ഞെട്ടിച്ച ആക്ടിങ് ആട്ടോ വരും. ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബനില് അത് ആ ഒരു ക്യാരക്ടറിന് അത് ആവശ്യമായത് കൊണ്ട്, ഒരു നാടകീയത വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്തത്. പക്ഷേ ഞെട്ടിച്ചു. അടിപൊളിയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. 2022 ഇറങ്ങിയ തലൈക്കൂത്തൽ എന്ന തമിഴ് സിനിമയാണ് അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. 2020 ഇറങ്ങിയ ദ സ്റ്റോറി ഓഫ് വാമ്പയർ എന്ന ഒരു സീരീസ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ തലൈക്കൂത്തൽ 2023 തമിഴ്. പിന്നെ മലൈക്കോട്ടെ വാലിബൻ. ഒരു പക്ഷേ മലൈക്കോട്ടെ വാലിബനായിരിക്കാം ഇവരെ വലിയ രീതിയിൽ ആളുകളേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ ഒരു സിനിമയിലെ ആക്ടിങ് കൊണ്ടല്ല ഒരു പക്ഷേ ഇപ്പൊ മലയാളികൾ ഇവരെ തോളിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ഫോട്ടോ ഉണ്ടല്ലോ സൈഡിലുള്ള, അത് തന്നെ. അതായത് ഇതെന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇവര് ഇങ്ങനെയുള്ള ആളാണ്, ഇതേതോ ഏപ്പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഇത്. അപ്പൊ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടപ്പോൾ അവരെ ആക്ടിങ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര സംഭവമാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണ് കേട്ടോ. അപ്പൊ അതൊരു പട്ടിണിയെ കുറിച്ചിട്ടും ജാതീയതയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു ഒറ്റമുറി സീനാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു വീട്, ഭർത്താവും ഭാര്യയുമായിട്ടുള്ളവർ പട്ടിണിയാണ്, ജീവിക്കാൻ കക്കയേണ്ട ഒരവസ്ഥ വരുന്നു, ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞ ഒരു ക്ലാസിക് ഷോർട്ട് ഫിലിം, ക്ലാസിക് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് സൊഹാഗ്. ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇപ്പൊ കിട്ടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ സാധനം കിട്ടി, പിന്നീട് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പിന്നെ നോക്കുമ്പോൾ അത് പോയി. അപ്പോൾ അതൊന്ന് കാണുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല ഷോർട്ട് ഫിലിം ആട്ടോ. അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് മാത്രം ആളെ വിലയിരുത്തിയ ആളുകൾ എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് പിന്നെ അങ്ങനെയാണ്. മറ്റുള്ള സംസ്ഥാനത്തു നിന്നുള്ള മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന ആക്ട്രസ്സുമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഏത് വസ്ത്രം ധരിച്ചാലും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നടി അങ്ങനെ ഒരു വസ്ത്രമൊക്കെ ധരിച്ച വലിയ പ്രശ്നമാണ്. ഭാഗ്യം കൊണ്ട് ഈ ഒരു പെൺകുട്ടി, പേര് ഞാൻ പറയാൻ പറഞ്ഞത് കഥാനന്ദി എന്നാണ് അവരുടെ പേര്. പേര് സെർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെർച്ച് ചെയ്ത് കാണാൻ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ മലൈക്കോട്ടെ വാലിബനിലെ നായികയായിട്ടുള്ള ഈ ഒരു പെൺകുട്ടി മോശപ്പെട്ട ഒരു സംഭവത്തിൽ അഭിനയിച്ച ഒരു സാധനമല്ല ആ ഒരു ഫോട്ടോ. അതൊരു ക്ലാസിക്കൽ ഷോർട്ട് ഫിലിമാണ്. അതൊരു കിടിലൻ ഷോർട്ട് ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ മോശം സംസാരിക്കുന്ന, വൃത്തികേടുകൾ മാത്രം കാണുന്ന ആളുകൾക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കഥകളും സിനിമകളും ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ ഒരു റിക്കവർ ആവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാനത് കണ്ടപ്പോൾ വേഗം ചാടി കളിച്ചിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അത് അത്രേ ഉള്ളൂ. വളരെ വലിയൊരു സംഭവമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ക്ലാസിക് ഷോർട്ട് ഫിലിം അത്രേ ഉള്ളൂ. അതിൽ നിന്നൊരു ഫോട്ടോ ആരോ പുറത്തെടുത്തു, അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന തരത്തിൽ. ഇനിയിപ്പോൾ അവരുടെ ഏത് പ്ലാറ്റ്ഫോമിൽ അവരിട്ട ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ അത്യാവശ്യം പ്രൊജക്ട് ചെയ്ത രീതിയിൽ ശരീരം കാണിച്ചുകൊണ്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. അവരുടെ സ്വാതന്ത്ര്യമാണ്. സത്യം പറയുക, അവർക്ക് ആ ഒരു ഫോട്ടോസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചില ആളുകൾ കറുത്തവരെ കാണുമ്പോൾ വേർതിരിച്ച് കാണുന്ന, അല്ലെങ്കിൽ ഇരുനിറമായ അവരെ വേർതിരിവോടുകൂടി കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവർക്ക് ഈ ഒരു കളറ്, ആ ഒരു ആകാര ഭംഗിയൊക്കെ ഉണ്ട്. അത് ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു എന്താ പറയുക വസ്ത്രധാരണം കൊണ്ടാവാം അങ്ങനെ കൂടുതലായിട്ട് ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അതിൽ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഈ ഒരു പെൺകുട്ടി ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ഇങ്ങനെ എയറിൽ പോയിരിക്കുന്നത്. അത്രേ ഉള്ളൂ.